കെ.എസ്. കോര എന്ന പേര് അത്രയും സുപരിചിതമല്ല. കുഞ്ഞുമോൻ എന്നാണ് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഓമനപ്പേര്, ഓമനത്വമുള്ള ഒരു നല്ല ഹൃദയത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ലയൺസ് ക്ലബിലൂടെയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ എൻ്റെ അനന്തരവൾ കൊല്ലത്തൊരു വീട് പണിയുക, അപ്പോൾ അതിന് മൊസൈക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ ഷൈനി മൊസൈക്ക് എന്ന് പറഞ്ഞ ഒരു മൊസൈക്കുണ്ട്, അതാണ് ഇവിടെ എല്ലാവരും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ അത് എനിക്കൊന്ന് അറേഞ്ച് ചെയ്ത് തരാമോ എന്ന് ചോദിച്ച് ഇവിടെ വരികയും കുഞ്ഞുമോനെ നേരിട്ട് പോയി കണ്ട് പരിചയപ്പെട്ട് മൊസൈക്ക് ഓർഡർ അനുസരിച്ച് കൊടുക്കുകയും അത് ഇപ്പോഴും ഈ 40-40 കൊല്ലം കഴിഞ്ഞിട്ടും അതേ മനോഹരമായ രീതിയിൽ തന്നെ അവിടെ തിളങ്ങി നിൽക്കുന്നു. അത് എനിക്ക് ഇന്നും എൻ്റെ ഓർമ്മയിലുള്ള ആദ്യത്തെ ഞങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം. പിന്നെ ക്ലബിൽ പരിചയപ്പെട്ടു. ക്ലബിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ വളരെ സജീവമായിട്ട് പുള്ളി ഇടപെടുമായിരുന്നു. എപ്പോഴും എന്ത് ആവശ്യം ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്നത് ആദ്യം കുഞ്ഞുമോനായിരിക്കും. അത്രയും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ്റെ വിയോഗം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം സഹിക്കാൻ വയ്യാത്ത ഒരു വലിയ ഒരു ദുഃഖമായിട്ടത് മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പല വിശേഷണങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ക്ലബിൽ വരുന്ന കാര്യങ്ങളാണെങ്കിലും ഓരോ കൊല്ലവും വരുന്ന പ്രസിഡൻറ്റുമാർക്കും സെക്രട്ടറിമാർക്കും വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വെട്ടിത്തുറന്ന് പറയുകയും അത് ശരിയാണെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഹൃദയമായിരുന്നു പുള്ളിക്ക്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷെർലി വളരെ നല്ല സ്വഭാവവും ഭർത്താവിനൊത്ത് ഭാര്യയും അതേ രീതിയിൽ ഇടപെടുമായിരുന്നു. എൻ്റെ ഭാര്യ കുമാരിയുമായിട്ട് വളരെ അധികം അടുപ്പം ഷെർലിക്കുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വലിയ ഫാമിലി ഫ്രണ്ട്സുമായിരുന്നു. ഷെർലിയുടെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് കോട്ടയത്ത് എൻ്റെ സന്നില്ല അവിടെ ഫിസീഷ്യനാണ്, അവിടെ പോയി കാണിക്കുകയും അമ്മച്ചിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ സന്നില്ല ഡോക്ടർ കൃഷ്ണകുമാറിനെയാണ്. അപ്പോൾ അമ്മച്ചി എപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടെന്ന് കുഞ്ഞുമോനും ഷെർലിയും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ വന്ന് അമ്മച്ചിയുടെ ഇങ്ങനെ തോളത്ത് തട്ടിയിട്ട് അമ്മച്ചി എപ്പോൾ എങ്ങനെ ഇരിക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം എല്ലാം മാറും എന്നാണ് അമ്മച്ചി പറയാറുള്ളത് എന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞുമോൻ്റെയും അവരുടെ ഫാമിലിയുടെയും മൊത്തം എൻ്റെ സന്നില്ലയിടയ്ക്ക് വന്ന് അവർ കൺസൾട്ടേഷന് പോകുമായിരുന്നു. അതുപോലുള്ള ഒരു അടുപ്പം ഈ 40-40 കൊല്ലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഷൈനും ഭാര്യ ജോവിനായും അതുപോലെ വളരെ നല്ല സ്വഭാവമുള്ളവരാണ്. കുഞ്ഞുമോനെ പോലെ തന്നെ പറയാവുന്ന അത്രയും സ്നേഹം നിറഞ്ഞവരാണ്. എൻ്റെ കൊച്ചുമോളിപ്പം സാൻ ഹോസിലാണ്, US. അവരുടെ വീടിന് വേണ്ട 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഇടയ്ക്ക് പോയി കാണുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ സഹായവും എല്ലാ സഹകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ്. ഞാൻ 2007-08 ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്ന കാലം അവിടെ ഷട്ടിൽ കോർട്ട് ഉണ്ടായിരുന്നു. ഷട്ടിൽ കോർട്ടിൻ്റെ മുകളിൽ ഫാനുണ്ട്. മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ ഫാന് സീലിംഗ് ഫാൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ ഷട്ടിൽ കളിക്കുമ്പോഴത്തേക്കും ഫാനിൽ ഈ പന്ത് മുട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് പുള്ളി തന്നെ ഒരു ആലോചന ഐഡിയ ആയിട്ട് അതിനെ മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാരെ വിളിച്ച് വരുത്തി പറഞ്ഞു കൊടുത്ത് ആ എല്ലാ സീലിംഗ് ഫാനുകളുടെ ആ കമ്പിയിൽ കയറ് കെട്ടി വലിച്ച് കെട്ടിയിട്ട് അത് മുകളിലേക്ക് ആക്കി പന്ത് കളിക്കുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഒരു ഐഡിയ പറഞ്ഞ് ചെയ്തു കൊടുത്ത് അത് വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നല്ല കാര്യമായിരുന്നു. അതുപോലെ ക്ലബിൽ എനിക്ക് പ്രസിഡൻ്റായിരുന്ന കാലത്ത് വളരെയധികം പല കാര്യങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് മറക്കാനാവത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞുമോൻ നമ്മളെ വിട്ട് പിരിഞ്ഞെങ്കിലും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നെന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നതാണ്. അത് ഒരിക്കലും എനിക്കും എൻ്റെ കുടുംബത്തിനും മറക്കാനാവാത്ത ഒരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ വളരെ ദുഃഖത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ആ മരണ വാർത്ത നമ്മൾ
കേട്ടറിഞ്ഞ് അവിടെ ചെന്ന് ആ എല്ലാ പള്ളിയിലെ പരിപാടികളിലും മറ്റേതിലെല്ലാം ഞങ്ങൾ സംബന്ധിക്കുമായിരുന്നു. ഇപ്പോഴും ഞങ്ങളോട് ഷെർലിയും ഷൈനും ജോവിനായും എല്ലാവരും നല്ല രീതിയിൽ അവർ ഇടപെടുന്നുണ്ട്. മോള് ഷൈനായും അതേ രീതിയിൽ തന്നെയാണ്. മോളും ഞങ്ങളുമായിട്ട് വളരെ നല്ല അടുപ്പത്തിലാണ്. ആ കാര്യങ്ങൾ എന്നെന്നും ഞങ്ങളുടെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു.